Hi friends, welcome one and all. Today we're dealing with the paper Gender Sensitization, Society and Culture, paper code BGDC 172. ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നോക്കുന്നത് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റീസ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചു ജെൻഡർ എന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നോർമൽ ആൻഡ് അബ്നോർമൽ എന്ന ഒരു തരംതിരിവ് സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് വെച്ചാൽ നോർമേറ്റീവ് അല്ലാത്ത എല്ലാത്തിനെയും അബ്നോർമൽ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പം അങ്ങനെയാണ് സെക്ഷുവാലിറ്റിയിൽ തന്നെ അബ്നോർമൽ ആൻഡ് നോർമൽ എന്നൊരു രണ്ട് ഡിവിഷൻ വരുന്നത്. ഇനി എന്താണ് സെക്ഷുവാലിറ്റി? സെക്ഷുവാലിറ്റി എന്നൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന വഴികളാണ് ത്രൂ തോട്ട്സ്, ഫാൻറ്റസി, റിലേഷൻഷിപ്പ്, ഡിസയേഴ്സ്, ബിലീഫ്, ഇങ്ങനെ പല വ്യത്യസ്തമായ മേഖലകളിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സെക്ഷുവാലിറ്റി എന്നൊരു കോൺസെപ്റ്റ്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫാക്ടേഴ്സ്, അങ്ങനെ പലതുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഇതിൽ നമ്മൾ നോക്കും. ഇനി ഈ സെക്ഷുവാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതാണ് ജെൻഡർ, കാസ്റ്റ്, ക്ലാസ്, റിലിജിയൻ, റീജിയൻ എക്സെട്ര. അതുകൊണ്ട് തന്നെ ഇത് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ജെൻഡർ, കാസ്റ്റ്, ക്ലാസ് തുടങ്ങിയ എല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻഫ്ലുവൻസ് ചെയ്താണ് സെക്ഷുവാലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പായി വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് സെക്ഷുവാലിറ്റി ഈസ് നോട്ട് ഫിക്സ്ഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബയോളജിക്കലി സെക്സ് പലപ്പോഴും ഫിക്സ്ഡ് ആണ്, പക്ഷേ സെക്ഷുവാലിറ്റി ഈസ് നോട്ട് ഫിക്സ്ഡ്. ഇറ്റ് ചേഞ്ചസ് ആൻഡ് ഇറ്റ് ഇസ് ഫ്ലൂയിഡ്. അത് ഓവർ ദ ടൈം, ഒരാളുടെ ലൈഫ് ടൈമിൽ അവരുടെ സെക്ഷുവാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ഇനി സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റി ഈസ് വെരി ഡൈവേഴ്സ്. ഇറ്റ് ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയമെൻഷൻ. ഒരു കോയിൻ്റെ രണ്ട് വശം പോലെ രണ്ട് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള ഡയമെൻഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഡൈവേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്ഷൽ ഡിസയർ ആൻഡ് അട്രാക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരാളുടെ സെക്ഷൽ ഡിസയർ, ഒരാളുടെ സെക്ഷൽ അട്രാക്ഷൻ, ഒരാളുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്നത് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സാധനമല്ല. അത് ഭയങ്കരമായിട്ട് ഡൈവേഴ്സ് ആണ്. അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്ക് വരുമ്പോൾ ഭയങ്കര വ്യത്യാസം വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഡിസയർ എന്ന് പറയുന്ന കാര്യം, ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആണ്. ഒരാളുടെ ആഗ്രഹം മറ്റൊരാൾക്ക് അതേപോലെ ആ വിഷയത്തോട് ആഗ്രഹം ഉണ്ടാകണം എന്നില്ല. അതുപോലെ തന്നെ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് എനി ടൈം. രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ അട്രാക്ഷൻ എപ്പോഴും പോസിബിൾ ആണ്. അതെപ്പോഴും ഒരു മാൻ ആൻഡ് വുമൺ എന്ന് തന്നെ വരണം എന്നില്ല. അട്രാക്ഷൻ ക്യാൻ ഹാപ്പൻ ബിറ്റ്വീൻ എനി ടു ഇൻഡിവിജ്വൽ. നമ്മൾ സെക്ഷൽ ആക്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പലപ്പോഴും സമൂഹം അതിനെ കാണുന്നത് റീപ്രൊഡക്റ്റീവ് മെത്തേഡായിട്ട് മാത്രമാണ്. റീപ്രൊഡക്ഷന് വേണ്ടി സെക്ഷൽ ആക്ട് ചെയ്യുക. പക്ഷെ അത് മാത്രമല്ല, സെക്ഷൽ ആക്ടിൽ പ്ലഷർ ആൻഡ് ഡിസയർ എന്നൊരു ഫാക്ടർ കൂടി ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും ഒരു നെഗറ്റീവ് ഡയമെൻഷനിലേക്ക് സമൂഹം താഴ്ത്തി വെക്കാറുണ്ട്. ലീനിയേജ്, റീപ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് പോസിറ്റീവ് ഡയമെൻഷൻ എന്ന് അവർ പുറത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. സെക്ഷൽ ആക്ട് ഇസ് ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് നോട്ട് ഫോർ പ്ലഷർ ആൻഡ് ഡിസയർ. പ്ലഷറിനും ഡിസയറിനും വേണ്ടിയുള്ള സെക്ഷൽ ആക്ട് മോശമാണ്, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആണ് എന്നൊരു ഡയമെൻഷൻ കാണിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ത്വരയുണ്ട്. ഇനി സെക്ഷുവാലിറ്റി എന്താണ്? സെക്ഷുവാലിറ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയമെൻഷൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഡിസയർ ഓഫ് സെക്ഷുവാലിറ്റി ക്യാൻ ചേഞ്ച് ഓവർ ലൈഫ് ടൈം. ഒരാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അത് അയാളുടെ ലൈഫ് ടൈമിൽ ഇപ്പം അയാളുടെ ഏർലി 20s സെക്ഷുവാലിറ്റി ആയിരിക്കില്ല അയാളുടെ ലേറ്റ് 50s 60s ഉള്ളത്. അത് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റി ഈസ് എ സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിത്ത് ഹൂം, ആരോടുമായിട്ടാണ് സെക്ഷുവാലിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ട് ആരോടുമായിട്ടാണ് എന്ന് സമൂഹം ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട്ണറിനോടുകൂടെ സെക്ഷൽ ആക്ട് ചെയ്യുമ്പോഴാണ് സെക്ഷുവാലിറ്റി വെൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ എന്ന് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം റീപ്രൊഡക്റ്റീവ് ആക്ടിന് വേണ്ടിയുള്ള സെക്ഷൽ ആക്ട് ആണ് സൊസൈറ്റി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നത്. പിന്നെ വെൻ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സെക്ഷുവാലിറ്റി എപ്പോഴാണ്? വെൻ എന്ന് ചോദിക്കുന്ന അതിൽ ഉത്തരം തന്നെ സൊസൈറ്റി തന്നെ പറയുന്നതാണ് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള സെക്ഷൽ ആക്ട് മാത്രമാണ് പലരും നോർമലായിട്ട് കാണുന്നത്. പിന്നെ എവിടെ ആയിരിക്കണം? വേർ ഇസ് ദാറ്റ് സെക്ഷുവാലിറ്റി കാണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രൈവസി ഓഫ് ദ ബെഡ്റൂമിനകത്ത് മാത്രമായിരിക്കണം ഈ സെക്ഷുവാലിറ്റി പുറത്തു കൊണ്ടുവരേണ്ടത്. അതിന് പുറത്തു വരുന്നതെല്ലാം അബ്നോർമൽ ആണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഡിസ്ക്രിമിനേഷൻ അതിന് എഗെയിൻസ്റ്റ് വരും. ഇങ്ങനെ അതിൻ്റെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വരുന്നു. വാട്ട് എന്ന ക്വസ്റ്റ്യൻ അവർ തന്നെ ഉദ്ദേശിക്കുന്നത് ഹെട്രോനോർമേറ്റീവ് സെക്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു സെക്ഷൽ ആക്ട് എന്ന് പറയുമ്പോൾ മാൻ ആൻഡ് വുമൺ എന്നൊരു കോൺസെപ്റ്റ് വരുന്നു.
അല്ലാതെ അട്രാക്ഷൻ ഓഫ് സെയിം സെക്സ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി എന്തുകൊണ്ട് വൈ സെക്ഷുവാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ആക്ട് അല്ലെങ്കിൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ലീനിയേജ് എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പെയിൻ ഫോർ പ്ലഷർ ആൻഡ് ഡിസയർ ഇത് അവർ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെക്ഷൽ നോംസ് പലതും സമൂഹം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് നോംസ് ആണ്. ഈ നോംസിനൊന്നും അനുസരിക്കാതെ ഇതിനെതിരെ നിന്നാൽ അല്ലെങ്കിൽ ഇതിനെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പലരും വയലൻസ് സഫർ ചെയ്യാറുണ്ട്. ഒത്തിരി അതിന് ഡിസ്ക്രിമിനേഷൻ ഭാവിക്കാറുണ്ട്. അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാം നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണ്. ഇനി സെക്ഷുവാലിറ്റിനെ ഇന്റേണലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. സമൂഹം ഓരോ തലമുറയോളം ഈ സെക്ഷുവാലിറ്റി ഇന്നതാണ് നോർമൽ എന്ന് പറഞ്ഞ് ഇന്റേണലൈസ് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തന്നെയാണ് വരും തലമുറകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇന്റേണലൈസേഷൻ പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പുറത്തുള്ള സെക്ഷുവാലിറ്റി പലപ്പോഴും നമ്മുടെ മനസ്സിലും അബ്നോർമൽ ആയിട്ട് തോന്നാറുണ്ട്. ഇനി സെക്ഷുവാലിറ്റി നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി കുറച്ച് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മുടെ റൂറൽ വില്ലേജസിലൊക്കെ അപ്പോൾ ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളെ അവർ പഠിക്കാൻ വിടാറില്ല. അവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇവിടെ വില്ലേജിലെങ്ങും സ്കൂളില്ല, പലപ്പോഴും അങ്ങ് ദൂരെ സിറ്റിയിലൊക്കെ പോകേണ്ടി വരും, അവിടെയൊക്കെ വിടാൻ പാടാണ് എന്ന് ആൾക്കാർ ഉണ്ടെങ്കിലും പാരൻസിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഇതാണ്, ഇത്രയും ദൂരെ പെൺപിള്ളേർ പോയാൽ അവർക്ക് സെക്ഷൽ വയലൻസ് അല്ലെങ്കിൽ സെക്ഷലി അവർ അബ്യൂസ് ചെയ്യപ്പെടും, അവർ അറ്റാക്ക് ചെയ്യപ്പെടും, അവർ വയലേറ്റ് ചെയ്യപ്പെടും എന്നൊരു ഭയം പാരൻസിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാമത് പറയുന്ന കാര്യമാണ് മൊബിലിറ്റി. വിമൻസ് ഹോസ്റ്റലിൽ നമ്മൾ ഈ എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. വിമൻസ് ഹോസ്റ്റൽ പലപ്പോഴും ഒരു ഈവനിങ് ടൈം ഇരുട്ടായ ശേഷം ഇരുട്ടാവുന്നതിന് മുമ്പേ ഗേൾസ് എല്ലാം കയറണം എന്ന് പലപ്പോഴും പലയിടത്തും പറയുന്നുണ്ട്. അതിനെല്ലാം ഒരു അണ്ടർലൈൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്നത് ഇനി രാത്രി ഗേൾസ് പുറത്തു പോയാൽ അവർ സെക്ഷൽ ഹറാസ്മെന്റിന് ഇടയാകും, അല്ലെങ്കിൽ അവർ മറ്റൊരാളുമായിട്ട് സെക്സ് ചെയ്യും, കോൺസെൻഷ്വൽ സെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യപ്പെടും. അപ്പൊ അവരുടെ സെക്ഷുവാലിറ്റിക്ക് ഒരു ഭീഷണി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും വിമൻസ് ഹോസ്റ്റലിലും പലപ്പോഴും ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് പോകുമ്പോൾ പല റീപ്രൊഡക്റ്റീവ് പാർട്സിനെ പ്രൈവറ്റ് പാർട്സ് എന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ച് തുറന്ന് ഡോക്ടറോട് പോലും സംസാരിക്കണം പലരും ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സെക്ഷുവാലിറ്റി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ്, സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന ആ നോംസിന് അടിയിൽ വരുന്നതാണ്. അപ്പൊ ഇതിനടിയിൽ നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ അവയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അതിന് പുറത്തുള്ളതെല്ലാം നമുക്ക് അൺനാച്ചുറൽ ആയിട്ട് തോന്നും, അബ്നോർമൽ ആയിട്ട് തോന്നും. അതുപോലെ ഉദ്ദേശിക്കുന്നതാണ് സെക്ഷൽ ഹൈറാർക്കി. നമ്മുടെ സമൂഹത്തിൽ ഒരു സെക്ഷൽ ഹൈറാർക്കി ഉണ്ട്. അത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ആണ് ഒരു റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പ് വരുന്നത്. അത് മാരേജിനകത്താണ് വരേണ്ടത്. അത് മാത്രമല്ല സെയിം കാസ്റ്റ് ആയിരിക്കണം, സെയിം റിലിജിയൻ ആയിരിക്കണം, സെയിം ക്ലാസ് ആയിരിക്കണം. ഇതെല്ലാം ആണ് അക്സെപ്റ്റബിൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആകുന്നത്, സൊസൈറ്റിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഹൈറാർക്കി ഇതാണ്. ഇതിനൊന്നും ഫോളോ ചെയ്യാതെ എന്തെങ്കിലും രീതിയിൽ വ്യത്യാസമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെല്ലാം ഡിസ്ക്രിമിനേഷൻ വരുന്നു, അവർക്കെതിരെ വയലൻസ് ഉണ്ടാകുന്നു. അങ്ങനെ പല ഇഷ്യൂസും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റാണ് ഗെയിൽ റൂബിൻസ് ചാംഡ് സർക്കിൾ. അപ്പൊ ഈ സർക്കിളിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്, ഒരു ഔട്ടർ സർക്കിൾ ഉണ്ട്. അപ്പൊ ഇന്നർ സർക്കിളിനകത്ത് കാണുന്നതാണ് അക്സെപ്റ്റബിൾ നോംസ്, ഔട്ടർ സർക്കിൾ കാണുന്നത് അബ്നോർമൽ. ചില കാര്യങ്ങൾ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റബിൾ ആണ്. ഇതൊരു പല കൾച്ചേഴ്സ് വരുമ്പോൾ വ്യത്യാസം വരും, എങ്കിലും ഒരു ജനറൽ ആയിട്ട് പറയുമ്പോൾ ഈ ഇന്നർ സർക്കിളിനകത്ത് വരുന്ന പലതും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും ഔട്ടർ സർക്കിളിൽ വരുന്നത് അബ്നോർമൽ ആണ്. അപ്പം ഔട്ടർ സർക്കിളിൽ വരുന്ന പലരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, വയലൻസ് ചെയ്യുന്നു, അവർക്കെതിരെ വയലൻസ് ഉണ്ടാകുന്നു. ഇനി സെക്ഷൽ ഹൈറാർക്കിയും പാട്രിയാർക്കിയും തമ്മിലൊരു ബന്ധമുണ്ട്. പാട്രിയാർക്കിയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ പാട്രിയാർക്കി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹെട്രോസെക്ഷൽ മോണോഗാമസ് മാരീഡ് കപ്പിൾ. ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ ഹെട്രോസെക്ഷൽ ആയിരിക്കണം, മോണോഗാമസ് ആയിരിക്കണം, മാരീഡ് കപ്പിൾ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഷൻ ഓഫ് ലേബർ, പാട്രിയാർക്കി ഉദ്ദേശിക്കുന്ന ഡിവിഷൻ ഓഫ് ലേബറും ഒരു പാട്രിയാർക്കൽ ഡോമിനൻസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഒരു ഹെട്രോസെക്ഷൽ കപ്പിൾ ആണെങ്കിൽ മാത്രമേ മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നുള്ളൂ, അവിടെ മെയിൽ സുപ്രമസി വരുന്നു. അതുപോലെ മാരീഡ് കപ്പിൾ ആണെങ്കിലേ അവരുടെ സെക്ഷൽ ആക്ട് വാലിഡ് ആകുന്നുള്ളൂ. അങ്ങനെ പല കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ സെക്ഷൽ ഹൈറാർക്കി പാട്രിയാർക്കിയുമായിട്ട് നല്ലൊരു ലിങ്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ പറയുന്നതാണ് സെയിം സെക്സ് ഡിസയർ.
സെക്ഷുവാലിറ്റിയെ പലപ്പോഴും അബ്നോർമൽ ആയിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇത് ക്വസ്റ്റ്യൻസ് പാട്രിയാർക്കിയെ ചോദ്യം ചെയ്യുന്നതാണ്. പാട്രിയാർക്കി പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷൽ വരുമ്പോൾ, സെയിം സെക്സ് വരുമ്പോൾ ആ ഒരു പവർ ഡിഫറൻസ്, പവർ ഇംബാലൻസ് വരുന്നു. രണ്ടും ഒരേ സെക്സ് ആകുമ്പോൾ ഒരേ ഈക്വൽ പവർ ആവുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് പാട്രിയാർക്കൽ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണ്. അത് മാത്രമല്ല, ഔട്ട്സൈഡ് റീപ്രൊഡക്റ്റീവ് സ്കോപ്പ്, സെയിം സെക്സ് ആകുമ്പോൾ റീപ്രൊഡക്റ്റീവ് സ്കോപ്പ് ഇല്ല. അത് പാട്രിയാർക്കൽ നോംസിന് എഗെയിൻസ്റ്റ് ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അൺഈക്വൽ പവർ സ്റ്റാറ്റസ് ആണ്. ഇങ്ങനെ ഒരു ഹോമോസെക്ഷൽ കപ്പിൾ ആണെങ്കിൽ തന്നെ അവരെ പലപ്പോഴും സമൂഹം ഒറ്റപ്പെടുത്തും, അവരോട് കൂട്ടിച്ചേർത്തില്ല. മാത്രമല്ല, അവർക്ക് എഗെയിൻസ്റ്റ് ഫാമിലിയിൽ തന്നെ വയലൻസ് ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ ടെക്സ്റ്റിലൊന്നും ഈ ഹോമോസെക്ഷുവാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതോ അത് ഒരു റിയാലിറ്റി ആണെന്ന് പോലും കൺസിഡർ ചെയ്യാത്ത രീതിയിൽ പല ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ തന്നെ സെയിം സെക്സ് പാർട്ട്ണറിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രസന്റ് ചെയ്യാനോ ഒരു പബ്ലിക് ഫംഗ്ഷൻ വെച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും കാണാറില്ല. അപ്പൊ ഇതൊക്കെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് ആ കൺസ്ട്രക്ഷൻ ഔട്ട്സൈഡ് ആകുന്നത് കൊണ്ടാണ് അത് അൺനാച്ചുറൽ ആയിട്ട് അബ്നോർമൽ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇനി എന്താണ് ഗുഡ് വുമൺ ആൻഡ് സെക്ഷുവാലിറ്റി? ഗുഡ് വുമൺ എന്ന ഒരു ഡെഫിനേഷൻ കൊണ്ടുവരുന്നത് തന്നെ പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കൽ കണ്ണുകളിലൂടെ നോക്കിയാണ് ഗുഡ് വുമൺ എന്താണ്, സ്ത്രീ എന്താണെന്ന് അവർ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും ഡിഫൈൻ ചെയ്യുന്ന അവരുടെ സ്കിൽ ബേസ്ഡ് അല്ല, അവരുടെ സെക്ഷുവാലിറ്റി ബേസ്ഡ് ആണ്. എന്താണ്? നല്ല വസ്ത്രം ധരിക്കണം, നന്നായിട്ട് കെയർ ചെയ്യണം, അപ്പനമ്മമാരെ നോക്കണം, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം, കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, അവരെ വളർത്തണം. ഇങ്ങനെ പല നോംസ് പാട്രിയാർക്കി കൊണ്ടുവരുന്ന കുറച്ച് നോംസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഗുഡ് വുമൺ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അത് അവരുടെ സെക്ഷുവാലിറ്റി ബേസ്ഡ് ആണ്. അവരുടെ സ്കില്ലോ അവരുടെ കഴിവുകളോ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതാണ് ഗുഡ് വുമൺ എന്ന ഡെഫിനിഷൻ. ഇനി എന്താണ് സെക്ഷൽ എംപവർമെന്റ്? സെക്ഷൽ എംപവർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, നമ്മുടെ സെക്ഷൽ ഡിസയേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്ഷലി എംപവേർഡ് ആണ്. ഈ റോൾ ഓഫ് സെക്ഷുവാലിറ്റി, നമ്മുടെ സെക്ഷുവാലിറ്റി കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതിന് എഗെയിൻസ്റ്റ് വരുന്ന ബാരിയേഴ്സ്, അതിന് എഗെയിൻസ്റ്റ് വരുന്ന പ്രോബ്ലംസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് ബേസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, സമൂഹം നമ്മുടെ സെക്ഷുവാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എതിരെ നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ മാത്രമേ ഒരാൾ സെക്ഷലി എംപവേർഡ് ആകുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് സെക്ഷുവാലിറ്റി എന്ന കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. സെക്ഷുവാലിറ്റി ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അത് സമൂഹം ഉണ്ടാക്കിയതാണ്, നമ്മുടെ സ്വയമായിട്ടോ നാച്ചുറലായിട്ട് വരുന്നതല്ല. സെക്ഷുവാലിറ്റി അപ്പൊ സമൂഹത്തിന് അടിമപ്പെട്ടതാണ്, പാട്രിയാർക്കിക്ക് അടിമപ്പെട്ടതാണ്. പാട്രിയാർക്കി ഡിഫൈൻ ചെയ്യുന്നതാണ് ഒരു സെക്ഷുവാലിറ്റിയുടെ ഡെഫിനിഷൻ. അതിന് എഗെയിൻസ്റ്റ് വരുന്നതെല്ലാം പലപ്പോഴും വയലൻസ് കൊണ്ടും ഡിസ്ക്രിമിനേഷൻ കൊണ്ടും അവർക്ക് അമർത്തിക്കപ്പെടുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പല കേസ് സ്റ്റഡീസ് വെച്ചൊക്കെ പഠിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.